നമ്മളിവിടെ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഓട്സിൻ്റെ പുട്ട്. അതിനൊരു കറിയാണ്. എല്ലാവരും കഴിക്കണം, പഞ്ചാരക്കാർക്കും അല്ലാത്തവർക്കൊക്കെ. നല്ല ഉച്ചഭക്ഷണവും 4 മണിക്കുള്ള കാപ്പിക്കും കൊള്ളാം. അത് എല്ലാവരും കഴിക്കണം. അത് കാണുന്നതിന് മുമ്പ് ലൈക്ക് ചെയ്യണം. നമുക്ക് ഓട്സിൻ്റെ പുട്ടുണ്ടാക്കാൻ 3 പച്ചമുളക്, ഒരു തക്കാളി, കുറച്ച് ചുവന്നുള്ളി, ഒരു ഇഞ്ചി, വെളുത്തുള്ളി, ഇതെല്ലാം അരിഞ്ഞൊരു പരുവത്തിലെത്തിക്കണം. ഇതിനകത്ത് ഓട്സ് കൂടി ഇട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് ഞെവിടി ഒരു അരമണിക്കൂർ വെച്ചത്. നമുക്ക് പുട്ട് തയ്യാറാക്കുന്നതിനോട് കടക്കാം. തക്കാളിക്ക, ചേരുവ, പച്ചമുളക്, ഇഞ്ചി, ചുവന്നുള്ളി, വെളുത്തുള്ളി ചേർക്കണം. ആവശ്യത്തിനുള്ള വെള്ളം. എല്ലാം കൂടെ ഞെവിടി എടുക്കണം. ഞെവിടി എടുത്ത് അരമണിക്കൂർ അടച്ചു വെച്ചേക്കണം. അതിനുശേഷം പുഴുകണം. ഇത് ഏറ്റവും ഉത്തമമാണ് പഞ്ചാരക്കാർക്ക്. അവർക്ക് അസുഖങ്ങളൊക്കെ മാറും. നമ്മൾ ഈ കുഴച്ച് വെച്ചേക്കുന്നത് സാധാരണ പുട്ട് പുഴുകുന്ന പോലെ കുറ്റിക്കകത്ത് പുഴുകണം. നമ്മൾ ഓട്സിൻ്റെ പുട്ടിൻ്റെ ഒരു കറി വേണ്ടേ? ഇതാരും ചെയ്തിട്ടുള്ള അല്ല. ഇത് അടിച്ചു നോക്കണം. കാരക്ക കൊണ്ടൊരു കറി വയ്ക്കുക. ഇത് കാണണം, കഴിക്കണം. കാരക്ക അച്ചാറിന് വേണ്ടി പച്ചമുളക് അരിഞ്ഞത്, വെളുത്തുള്ളി, ഇഞ്ചി, കരിയാപ്പില, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കറി വെക്കണം. ഇതിനായിട്ട് നമുക്ക് ചീനിച്ചട്ടി ചൂടാകുമ്പോൾ സ്വല്പം എണ്ണ ഒഴിക്കണം. നമ്മൾ കാരക്ക അച്ചാറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. സ്വല്പം ഇഞ്ചി ഇട്ടു. അത് ചുവക്കുമ്പോൾ നന്നായിട്ട് ചുമക്കുന്ന വരെ ഇത് ഇളക്കണം. ഇളക്കുമ്പോൾ പച്ചമുളക് ഇട്ട് കൊടുക്കണം. നല്ലോണം ചുവന്ന് വരുമ്പോൾ ശകലം മുളക് പൊടി ഇട്ട് കൊടുക്കണം. നല്ലോണം ചുവന്ന് കരിയാപ്പില ഇട്ട് കൊടുക്കണം. ഉപ്പ് ചേർക്കണം. കൊടുത്തില്ല നല്ലോണം ഇളക്കി ചുവന്ന് വന്നു. അതപ്പോൾ ഇച്ചിരി ഉപ്പ് കാരക്കകത്ത് ഇട്ടതാണ്. മൂത്ത പടം വരുന്നുണ്ടോ? കളറായി വരുമ്പോൾ ഇതിലേക്ക് കാരക്ക ഇട്ട് കൊടുക്കണം. നന്നായി ഇത് ഇളക്കണം. എല്ലാവരും ഇത് ചെയ്ത് കഴിക്കണം. അസുഖങ്ങളെല്ലാം കുറയും. അത്താഴത്തിനും രാവിലെയും. അതല്ലോ മതി. വെള്ളം ഒഴിക്കണം. ശകലം വെള്ളം ഒഴിക്കണം. ഒരു ഭാഗമായി വരുന്ന വരെ ഇളക്കി കൊടുക്കണം. പുട്ടും കാരക്ക അച്ചാറും
നമുക്ക് തയ്യാറായിട്ടുണ്ട്. കഴിക്കാം. ഞാൻ നോക്കട്ടെ കഴിച്ചു. അല്ല, കാരക്ക അച്ചാർ. കാരക്ക കറിയാണ്, അച്ചാറില്ല. എല്ലാവരും സൂപ്പർ. എല്ലാവരും ഇത് കഴിക്കണം. എല്ലാവരും ലൈക്ക് ചെയ്യണം. എല്ലാവരും കഴിക്കണം ഉണ്ടാക്കി. ഇത് ഇപ്പം എല്ലാവരും കാരക്കച്ചാറും ഈ ഓട്സ് പുട്ടും കഴിക്കണം. അതിൻ്റെ കൂടെ ഒരു കടുചായ ആയാലും ഫസ്റ്റ്.